നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എങ്ങനെ കണ്ടിന്യൂസ് ആകാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി, ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. സി നമ്മളൊരു നമ്മൾ എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആ, സി ഈസ് എ ക്ലസ്റ്റർ പോയിൻ്റ് ഓഫ് എ. നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that whenever x element of A and x belongs to C x satisfy 0 less than x minus C less than delta, then f modulus of f of x minus L is less than epsilon. ഇതാണ് നമ്മൾ ലിമിറ്റിൻ്റെ ഡെഫിനേഷനായിട്ട് പഠിച്ചത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ദെയർ എക്സിസ്റ്റ് എ ഡെൽറ്റ. എപ്സിലോണെ ഡിപ്പെൻഡ് ചെയ്യുക, ഡെൽറ്റ ഓഫ് എപ്സിലോൺ നമ്മൾ പറയുന്നത്. ദെയർ എക്സിസ്റ്റ് ആൻഡ് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? എക്സ് എയിലും ഉണ്ടായിരിക്കണം, എക്സ് നോട്ട് ഈക്വൽ ടു സി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. എക്സ് എലമെൻറ്റ് ഓഫ് എ എക്സ് നോട്ട് ഈക്വൽ ടു സി എക്സ് ബിലോങ്സ് ടു ദ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി എന്ന് ആക്ച്വലി നമ്മൾ പറയുന്നത്. നെയ്ബർഹുഡിൻ്റെ ടേംസിൽ പറയുവാണെങ്കിൽ അപ്പോൾ നമ്മൾ പറയുന്നത് എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ. 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പോൾ സിയുടെ ഡെൽറ്റ നെയ്ബർഹുഡ് ഉള്ള എല്ലാ പോയിൻറ്റ്സും വരും വിത്ത് എക്സ് നോട്ട് ഈക്വൽ ടു സി. സി അവിടെ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് 0 ലെസ് ദാൻ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ് എന്നാണ് പറയുന്നത്. ഇനി ഏകദേശം ഇതിന് സിമിലറാണ് നമ്മൾ കണ്ടിന്യൂറ്റി ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് സി, ഇവിടെ എ ഒരു സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആർ എടുത്തിട്ട് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് സി എയിലെ എടുത്തുവാണ്. എന്നിട്ട് നമ്മൾ പറയുവാണ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി. എഫ് കണ്ടിന്യൂസ് അറ്റ് സി പറയണമെന്നുണ്ടെങ്കിൽ മുമ്പത്തെ പോലെ തന്നെ നമ്മളിവിടെ ഒരു എപ്സിലോണും ഡെൽറ്റയും പറയും. ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0. ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും such that whenever x element of A and mod x minus c less than delta, modulus of f of x minus f of c is less than epsilon. എല്ലിന് പകരം എഫ് ഓഫ് സി വരും. ഇവിടെ 0 ഇല്ല എന്നുള്ള ഡിഫറൻസ് ആക്ച്വലി ഉള്ളൂ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം, ഇവിടെ 0 ഇല്ല എന്ന് പറയും 0 ലെസ് ദാൻ എടുക്കാത്തപ്പോൾ അതിൻ്റെ മീനിങ് എക്സ് എന്ന് പറയുന്ന സിയുടെ ഡെൽറ്റ നെയ്ബർഹുഡിൽ വിത്ത് എക്സ് ഈക്വൽ ടു സിയും അവിടെ ഉണ്ട്. എക്സ് ഈക്വൽ ടു സിയിലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെ ലിമിറ്റ് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു സിയിൽ നമ്മൾ പറയുന്നില്ല, എക്സ് സി അല്ലാത്ത ബാക്കി സിയുടെ നെയ്ബർഹുഡേ പറയുന്നുള്ളൂ. പക്ഷേ കണ്ടിന്യൂറ്റി പറയുമ്പം നമ്മൾ എക്സ് മൈനസ് ഈ ലെസ് ദാൻ ഡെൽറ്റ എന്നെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മീനിങ് എക്സ് ഈക്വൽ ടു സിയും അവിടെ പോസിബിളാണ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം, വെനെവർ എക്സ് ബിലോങ്സ് ടു ദ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി, അങ്ങനെ അതെല്ലാം അതിന് നമ്മൾ നെയ്ബർഹുഡിൻ്റെ ടേംസിൽ പറയുവാണെങ്കിൽ അത് നമ്മൾ അടുത്ത തീറവായിട്ട് പറയുന്നുണ്ട്. മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആൻഡ് എക്സ് എലമെൻറ്റ് ഓഫ് എ എന്ന് പറയുമ്പോൾ ആക്ച്വലി അതിൻ്റെ മീനിങ് എന്താണ്? അതാണ് അടുത്ത തീറവായിട്ട് വരുന്നത്. എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി എന്നല്ലേ വരുന്നത്. എക്സ് എലമെൻറ്റ് ഓഫ് എയും വായിക്കണം, മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഈ രണ്ട് കണ്ടീഷനും കൂടെ പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി. എക്സ് എയിലും ഉണ്ടായിരിക്കണം, ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സിയിലും ഉള്ളപ്പം എഫ് ഓഫ് എക്സ് എവിടെ കിടക്കണം? എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി. എഫ് ഓഫ് എക്സ് എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സിയിൽ കിടക്കണം. ഇതാണ് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ ഇൻ ടേംസ് ഓഫ് നെയ്ബർഹുഡ് പറയുന്നത്. നെയ്ബർഹുഡിൻ്റെ ടേംസിലുള്ളത് തീറവായിട്ട് വരുന്നതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ അപ്പം പറഞ്ഞോളാം. അപ്പം ഡെഫിനിഷൻ ഓർക്കുക, എഫ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പർട്ടിക്കുലർ പോയിൻറ്റ് സി എലമെൻറ്റ് ഓഫ് എ ഇഫ് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് വെനെവർ എക്സ് എലമെൻറ്റ് ഓഫ് എയും വായിക്കണം, മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ. എക്സ് എയിലും ഉണ്ടായിരിക്കണം, എക്സും സിയും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ ലിമിറ്റിൻ്റെ കേസിൽ എല്ലിന് പകരം ഇവിടെ എഫ് ഓഫ് സി വരും എന്നുള്ളതേ ഉള്ളൂ.
ഇതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ പറയുന്നത്. ഇനി എഫ് കണ്ടിന്യൂസ് അല്ല എങ്കിൽ നമ്മൾ പറയും എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് സി. ഇനി നമുക്ക് ആദ്യത്തെ തിയറമാണ് വരുന്നത്, തിയറം 1 ഞാൻ ഓൾറെഡി പറഞ്ഞ നമ്മുടെ ഈ നെയ്ബർഹുഡ് ടേംസിലാണ് പറയുന്നത്. അപ്പോൾ എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആർ ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിൻറ്റ്. എഫ് ഈസ്, അപ്പോൾ തിയറം പറയുന്നത് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി എലമെൻറ്റ് ഓഫ് എ if and only if, അതൊരു if and only if കണ്ടീഷനായിട്ടാണ് പറയുന്നത്. ഗിവൺ എനി എപ്സിലോൺ നെയ്ബർഹുഡ് വി എപ്സിലോൺ ഓഫ് എഫ് ഓഫ് സി, എഫ് ഓഫ് സിയുടെ എപ്സിലോൺ നെയ്ബർഹുഡ് എടുക്കുമ്പം there exists a delta neighborhood v delta c such that whenever x element of a intersection delta neighborhood of c വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് എവിടെ വരണം? എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി വരണം. ഇതാണ് തിയറം പറയുന്നത്. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി എലമെൻറ്റ് ഓഫ് എ ഈഫ് ആൻഡ് ഓൺലി ഈഫ് ഗിവൺ എനി എപ്സിലോൺ നെയ്ബർഹുഡ് എഫ് ഓഫ് സി. നമുക്ക് ഒരു ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് വെനെവർ എക്സ് എലമെൻറ്റോ എന്താണ്, അപ്പോൾ ഇതാണ് നമ്മൾ ഈഫ് ആൻഡ് ഓൺലി ഈഫ് കണ്ടീഷനായിട്ട് പറയുന്നത്. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി എലമെൻറ്റ് ഓഫ് എ ഈഫ് ആൻഡ് ഓൺലി ഈഫ് വെനെവർ എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി. ഇതാണ് നമ്മളിപ്പം ഈ തിയറത്തിനെ ഒന്ന് ചുരുക്കി നമ്മൾ പറയുവാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പർട്ടിക്കുലർ പോയിൻറ്റ് സി ഈഫ് ആൻഡ് ഓൺലി ഈഫ് വെനെവർ എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി. അപ്പോൾ അതിന് നമ്മൾ വേറൊരു രീതിയിൽ പറയുവാണെങ്കിൽ എക്സ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡിൽ വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് എവിടെ വരണം? എഫ് ഓഫ് സിയുടെ നെയ്ബർഹുഡിൽ വരണം. അപ്പോൾ നമ്മൾ പറയാം എഫ് ഓഫ് എയിലും ഉണ്ടായിരിക്കണം ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സിയിലും വരുമ്പോൾ അതിൻ്റെ ഇമേജ് എവിടെ കിടക്കണം? ബിലോങ് ഈസ് എ സബ്സെറ്റ് ഓഫ് എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി. എഫ് ഓഫ് എക്സ് എഫ് ഓഫ് സിയുടെ നെയ്ബർഹുഡിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ എന്നാ ഇതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ തിയറത്തിൻ്റെ കണ്ടീഷൻ പറഞ്ഞേക്കുന്ന എഫ് കണ്ടിന്യൂസ് അറ്റ് സി ഈഫ് ആൻഡ് ഓൺലി ഈഫ് whenever x element of a intersection delta neighborhood of c f of x belongs to the epsilon neighborhood of f of c. അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് ഫസ്റ്റ് പാർട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ കയ്യിലെടുക്കുന്ന കാര്യം എന്താണ്? നമ്മൾ പറയുവാണ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി, എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി എന്ന് നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ യൂസ് ചെയ്യാം. ഡെഫിനേഷൻ അനുസരിച്ച് നമ്മളിപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഡെഫിനേഷൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. എഫ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻ അനുസരിച്ച് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0. For every epsilon greater than 0 there exists a delta greater than 0 such that whenever x element of a and mod x minus c less than delta, നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇതുള്ള ഡെഫിനിഷൻ അനുസരിച്ച് എഫ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പം എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി ഈഫ് ആൻഡ് ഓൺലി എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി ഡെഫിനിഷൻ അനുസരിച്ച് എന്താ? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that x element of a and mod x minus c less than delta. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x element of a and mod x minus c less than delta implies modulus of f of x minus f of c is less than epsilon. അപ്പോൾ നമ്മളതിനെ ഇൻ ടേംസ് ഓഫ് നെയ്ബർഹുഡിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഒരുമിച്ച് നമുക്ക് എന്ത് പറയാം? എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ദ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി എന്നല്ലേ? മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പം എക്സ് എലമെൻറ്റ് ഓഫ് സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ, അല്ലെങ്കിൽ അത് എക്സ് എലമെൻറ്റ് ഓഫ് ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് എവിടെ കിടക്കുമെന്നാണ് കിട്ടുന്നത്? എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി. ഇതിനെ നമ്മൾ മോഡുലസ് മാറ്റുവാണെങ്കിൽ എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി എന്നാണ്. അപ്പോൾ അത് നമുക്കെന്ത് കിട്ടി? ഇതിനെ നമ്മളൊന്നും കൂടെ ഒരുമിച്ച് എഴുതുവാണെങ്കിൽ എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി എക്സ് ബിലോങ്സ് ടു എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി എന്ന് കിട്ടും. അപ്പോൾ നമ്മളതിനെ ഇൻ ടേംസ് ഓഫ് ഇമേജ് പറയും. അപ്പോൾ എക്സ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡിൽ വരുമ്പോഴല്ല എഫ് ഓഫ് എക്സ് ഇതിന് നെയ്ബർഹുഡിൽ വരും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? എഫ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി. ഈ സെറ്റിൻ്റെ ഇമേജ് എടുത്താൽ അത് എവിടെ കിടക്കും? എഫ് ഓഫ് എക്സ് ഇവിടെ കിടക്കും എന്നല്ലേ പറയുന്നത്? ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ്
വി എപ്സിലോൺ ഓഫ് എഫ് ഓഫ് സി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് ഇതിൻ്റെ അകത്ത് വരും എന്ന് പറയുമ്പം അതിൻ്റെ മീനിങ് ഇതിൻ്റെ ഇമേജ്, ഈ സെറ്റിൻ്റെ ഇമേജ് എവിടെ കിടക്കണം, എഫ് ഓഫ് എക്സ് ഇവിടെ വരുമെന്നല്ലേ പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് ഇതെന്ന് പറയുന്നത് വി എപ്സിലോൺ എഫ് ഓഫ് സിയുടെ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സിയുടെ ഒരു സബ്സെറ്റായിട്ടേ വരുള്ളൂ. ഇതാണ് ഫസ്റ്റ് പാർട്ട് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. നമ്മൾ ഡെഫിനിഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി എന്നുള്ള ഡെഫിനിഷൻ യൂസ് ചെയ്യുന്നു. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി എന്ന് പറയുമ്പം അതിൻ്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻ അനുസരിച്ച് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് വെനെവർ എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ മോഡുലസ് ഓഫ്, ഇതാണ് ഡെഫിനിഷൻ പറയുന്നത്, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ നമ്മൾ ഈ മോഡുലസിനെ ഇൻ ടേംസ് ഓഫ് നെയ്ബർഹുഡിലോട്ട് കൺവേർട്ട് ചെയ്യുവാണ്. മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുമ്പോൾ എക്സ് ബിലോങ്സ് ടു ദ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി. അതാണ് നമ്മളിവിടെ സിമ്പിൾസ് എഴുതിയിരിക്കുന്നത്. മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി. അപ്പോൾ നമ്മളതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യുക. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സിയിൽ എക്സ് ഉണ്ടാകുന്നു. അപ്പോൾ എഫ് ഓഫ് എക്സ് എവിടെ വരണം, വി എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി. അപ്പോൾ നമ്മൾ ഇത് എക്സ് ഇവിടെ വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, എഫ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി എന്ന് പറയുന്ന എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സിയുടെ അകത്ത് കിടക്കും. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ കയ്യിലുള്ളത് ഈ നെയ്ബർഹുഡിൻ്റെ ഡെഫിനിഷനാണ്. അതിൽ നിന്ന് എഫ് കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് കിട്ടണം. അതായത് ഗിവൺ എനി എപ്സിലോൺ നെയ്ബർഹുഡ് വി എപ്സിലോൺ ഓഫ് എഫ് ഓഫ് സി, നമുക്ക് എന്താ, ദെയർ എക്സിസ്റ്റ് എ ഡെൽറ്റ നെയ്ബർഹുഡ് വി ഡെൽറ്റ ഓഫ് സി സച്ച് ദാറ്റ് എക്സ് ഈസ് എനി പോയിൻ്റ് ഇൻ എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി എക്സ് എലമെൻറ്റ് ഓഫ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി എന്നല്ലേ വന്നേക്കുന്നത്. നമ്മളതിനെ ഇൻ ടേംസ് ഓഫ് എപ്സിലോൺ ഡെൽറ്റയിലോട്ടും കൺവേർട്ട് ചെയ്യുവാണ്. എക്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെൻറ്റ് ഓഫ് ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ, എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ. അതിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താ, എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ദ എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പം ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് പറയാം, ഏത് എപ്സിലോൺ എടുത്താലും നമുക്ക് എന്ത് കിട്ടി, എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എഫ് ഓഫ് സി ഉണ്ട്. അതിൻ്റെ മീനിങ് എന്താണ്, എക്സ് എലമെൻറ്റ് ഓഫ് എ യു ആണ്, എക്സ് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലിമിറ്റ് കണ്ടിന്യൂറ്റി ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം, എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി. അപ്പോൾ സെക്കൻഡ് പാർട്ട് അത്രേ ഉള്ളൂ. ഡെഫിനിഷൻ നിന്ന് ഫോളോ ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എക്സ് എലമെൻറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ നെയ്ബർഹുഡിൽ നിന്ന് മാറ്റി മോഡുലസിൻ്റെ ടേംസിലോട്ട് മാറ്റുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ ഏത് എപ്സിലോണും ഡെൽറ്റ എടുക്കുമ്പോൾ ഈ കണ്ടീഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി ആണ്. അപ്പോൾ നമ്മൾ അതിനൊരു ജോമെട്രിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഫിഗർ കൂടെ അവിടെ ഇട്ടിട്ടുള്ളതേ ഉള്ളൂ. നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പോൾ സി എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെയാണെന്ന് വിചാരിക്കുക. സി എന്ന് പറയുന്നൊരു പോയിൻ്റ് ഇവിടെയാണ്. നമ്മൾ സിയുടെ ഒരു ചെറിയ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യുന്നു. സിയുടെ ഒരു ചെറിയ നെയ്ബർഹുഡ് ഇവിടെ നമ്മൾ ഇവിടെ എന്ത് സി മൈനസ് ഡെൽറ്റ, ഇവിടെ സി പ്ലസ് ഡെൽറ്റയും വരും. ഇത് സി മൈനസ് ഡെൽറ്റ. അപ്പോൾ അതിൻ്റെ ഇമേജ് നോക്കിയേ, എൻ്റെ ഇമേജ് വന്നേക്കുന്നത് ഇതിവിടെ വന്നേക്കുന്നു, ഇത് എഫ് ഓഫ് സി വന്നേക്കുന്നു, ഇത് എഫ് ഓഫ് ഈ ഒരു റേഞ്ചിലല്ലേ ഇങ്ങനെ നോക്കിയേ, ഈ ഒരു ഇൻ്റർവെല്ലല്ലേ എഫ് ഓഫ് എക്സ് വരുന്നതെന്ന് നോക്കിയേ. എക്സ് ഈ ഒരു റേഞ്ചിൽ വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ സി മൈനസ് ഡെൽറ്റയ്ക്ക് സി പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്ക് ഇവിടെ നമ്മൾ നോക്കുമ്പം ഇത് സി മൈനസ് ഡെൽറ്റയിലെ ഫംഗ്ഷൻ്റെ വാല്യൂ, ഇത് സി പ്ലസ് ഡെൽറ്റയിലെ ഫംഗ്ഷൻ്റെ വാല്യൂ, അതിൻ്റെ ഇടയ്ക്കല്ലേ എഫ് ഓഫ് സി എന്ന് പറയുന്ന വാല്യൂ വന്നേക്കുന്നത്. അപ്പം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഈ എഫ് ഓഫ് സിയുടെ ചെറിയ നെയ്ബർഹുഡിൽ കിടക്കുന്നത്. ഇതെന്ന് പറയുന്നൊരു എഫ് ഓഫ് സിയുടെ നെയ്ബർഹുഡാണ്. അതാണ് അവിടെ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്.